Question paper revision, chapter 11, thermal properties of matter. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ ലാറ്റന്റ് ഹീറ്റ്. It is the heat required for change of phase of unit mass of substance without change in temperature. ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ലാതെ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഫേസ് ചേഞ്ചിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ്, ആ ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ്. അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് പൊസസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇവയിൽ ഏതിനാണെന്ന് നമുക്കൊരു ആൻസർ ഏതാണ്? വാട്ടറാണ്. വാട്ടറിനാണ് ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത്. അതുകൊണ്ട് വാട്ടറിനെ നമ്മൾ ഓട്ടോമൊബൈൽസിൽ കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ബാഗ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് സബ്ലിമേഷൻ? റൈറ്റ് എൻ എക്സാമ്പിൾ ഫോർ എ സബ്ലൈം മെറ്റീരിയൽ. എന്താണ് സബ്ലിമേഷൻ? ദ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ ഫേസ് ഫ്രം സോളിഡ് ടു ഗ്യാഷ്യസ് ഡയറക്ട്ലി. സോളിഡിൽ നിന്ന് നേരെ ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സ്, ആ ഫേസ് ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. സബ്ലൈം മെറ്റീരിയൽ എക്സാമ്പിളാണ് കാംഫർ, അതുപോലെ തന്നെ നാഫ്തലിൻ. അടുത്തത്, ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് വാട്ടർ വിത്ത് ടെമ്പറേച്ചർ ഫ്രം 0 degree centigrade. ഇൻ ദ ഗ്രാഫ് മാർക്ക് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനാണ്. ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ്? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള വാട്ടറിൻ്റെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ കാണിക്കുന്ന ഗ്രാഫ്, അതുപോലെ തന്നെ മാക്സിമം ഡെൻസിറ്റി ഉള്ള ടെമ്പറേച്ചർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ വോളിയം, ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വോളിയം ഏറ്റവും കുറവുള്ള പോയിന്റ് ഇതാണ്, ഈ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. അവിടെ തന്നെയാണ് മാക്സിമം ഡെൻസിറ്റി. അപ്പോൾ അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത്, ലീനിയർ എക്സ്പാൻഷൻ ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ടെമ്പറേച്ചർ. ലീനിയർ എക്സ്പാൻഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ എഴുതാൻ ആൽഫ എൽ ഇസ് ഇക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. അതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ ഫോർമുല. ഇതിൽ ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, എൽ ഒറിജിനൽ ലെങ്ത് ആണ്, അതുപോലെ തന്നെ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. Show that coefficient of volume expansion thrice its coefficient of linear expansion. അതായത് ആൽഫ വി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എൽ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് ആൽഫ എല്ലിൻ്റെ ഫോർമുല നമ്മൾ എഴുതി ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. അതുപോലെ തന്നെ ആൽഫ വിയുടെ ഫോർമുല എഴുതി ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. പിന്നെ ഡെൽറ്റ വിയുടെ വാല്യൂ കാണുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യൂബ് എടുക്കുന്നു. അതിൻ്റെ സൈഡ് എല്ലാണ്. ഒരു ടെമ്പറേച്ചർ ചേഞ്ചിന് ഡി ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്തിലുണ്ടാകുന്ന ചേഞ്ച് ഡെൽറ്റ എല്ലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്ന സമയത്ത് ഫൈനൽ വോളിയത്തിൻ മൈനസ് ഇനീഷ്യൽ വോളിയമാണ്. ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് ഡെൽറ്റ എൽ ആവും ക്യൂബിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. ഈ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഫോർമുല ആവുന്ന സമയത്ത് എൽ ക്യൂബ് പ്ലസ് 3 L² ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് 3L ഇൻറ്റു ഡെൽറ്റ L² പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ് മൈനസ് എൽ ക്യൂബാണ്. എൽ ക്യൂബ് മൈനസ് എൽ ക്യൂബ് ക്യാൻസൽ ചെയ്യും. ഈ ലാസ്റ്റിലെ ഈ 2 ടേമുകൾ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3L² ഇൻറ്റു ഡെൽറ്റ എൽ ആണ്. ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ ആൽഫ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ വിക്ക് പകരം ഈ വാല്യൂ 3L² ഇൻറ്റു ഡെൽറ്റ എൽ എഴുതി. വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വോളിയാണ്, സൈഡ് എൽ ആണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വോളിയം എന്ന് പറയുമ്പോൾ എൽ ക്യൂബ് ഇൻറ്റു ഡെൽറ്റ ടി. എൽ ക്യൂബ് L² കട്ട് ചെയ്ത് പോകും. പിന്നെ ഒരു L ആണ് ഇവിടെ റിമൈൻ ചെയ്യുന്നത്. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? നമുക്കറിയാം ആൽഫ എല്ലിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഇൻറ്റു ആൽഫ എൽ. ദറ്റ് ഈസ് ആൽഫ വി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എൽ നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത നോക്കുക, ഡിഫൈൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താ ഡെഫിനിഷൻ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 Kelvin. യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 Kelvin ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ്, അതിനെയാണ് വിളിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അടുത്തത്, ഗീവ് ദ റീസൺ ഫോർ യൂസിങ് വാട്ടർ ആസ് കൂളൻ്റ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ്. കൂളൻ്റായിട്ട് വാട്ടറിനെ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സിൽ ഉപയോഗിക്കാനുള്ള കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. At what temperature water has maximum volume? Minimum volume. Minimum volume വരുന്നത് എത്ര വരുന്നത്? 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. അപ്പോൾ അവിടെയാണ് മാക്സിമം ഡെൻസിറ്റി വരിക നമ്മൾ പഠിച്ചു. അപ്പോൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടറിലെ ഗ്രാഫിൽ നമ്മൾ കണ്ടതാണത്. അടുത്ത് നോക്കുക,
The graph below exhibits anomalous expansion of water. Based on the graph, explain how lakes freeze from top to bottom rather than from ബോട്ടം ടു ടോപ്പ്. അപ്പോൾ അതായത് ലേക്ക് മുകളിൽ നിന്ന് താഴത്തേക്കാണ്, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് ഫ്രീസ് ചെയ്യുന്നത്. ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിനെ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. നമുക്കറിയാം മിനിമം വോളിയം അല്ലെങ്കിൽ മാക്സിമം ഡെൻസിറ്റി വരുന്നത് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. ലേക്സ് ആൻഡ് പോണ്ട്സ് ഫ്രീസ് അറ്റ് ടോപ്പ് ഫസ്റ്റ്. മുകളിൽ നിന്നാണ് എന്ത് ചെയ്യുക, ആദ്യം ഫ്രീസ് ചെയ്യാൻ തുടങ്ങുക. ആസ് ദ ലേക്ക് കൂൾസ് ടുവേർഡ്സ് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വാട്ടർ ബിക്കംസ് ഡെൻസർ ആൻഡ് സിങ്സ്. അപ്പോൾ മുകളിലുള്ള വാട്ടർ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി കൂടും. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, സിങ്ക് ചെയ്യുന്നുണ്ട്, മുങ്ങുന്നുണ്ട്. ഹവർ വെൻ കോൾഡ് വാട്ടർ ഓൺ ദ ടോപ്പ് റീച്ചസ് ബിലോ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ബിലോ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടോപ്പിലുള്ള കോൾഡ് വാട്ടർ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലെസ് ഡെൻസ്. അപ്പോൾ അത് ലെസ് ഡെൻസ് ആവും. ആൻഡ് റിമെയിൻസ് അറ്റ് ദ സർഫസിൽ തന്നെ നിലനിൽക്കും. എന്നിട്ട് സർഫസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മുകളിൽ നിന്ന് ഫ്രീസിങ് സ്റ്റാർട്ട് ചെയ്യും. സോ അക്വാറ്റിക് അനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ്. അതുകൊണ്ട് അക്വാറ്റിക് അനിമൽസ്, അതായത് വെള്ളത്തിൽ താമസിക്കുന്ന ജീവികൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത നോക്കുക, എ ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ എ കോപ്പർ ഷീറ്റ്. ഒരു കോപ്പർ ഷീറ്റിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്തു. ഡയമീറ്റർ ഓഫ് ദി ഹോൾ തന്നിട്ടുണ്ട് എത്രയാണ്, 4.24 സെൻറ്റിമീറ്റർ അറ്റ് 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഓഫ് ദ ഹോൾ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ടു 227 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ 227 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ഇൻ ഡയമീറ്റർ എത്രയാണ്. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലുള്ളൊരു ഫോർമുലയാണ് നമുക്ക് അറിയാം. ഏതാണ്, ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ ഡെൽറ്റ എൽ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ആൽഫ എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.7 × 10⁻⁵ അത് എഴുതി. എൽ എന്ന് പറഞ്ഞാൽ 4.24 സെൻറ്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഡെൽറ്റ ടി ആണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, 227 - 27 ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1441.6 × 10⁻⁷. ഇപ്പോൾ ലെങ്ത് ആണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് ഇവിടെ എന്താ വരുന്നത്, മീറ്റർ ആണ്. അടുത്തത്, the below graph represents temperature versus heat for water at 1 atmospheric pressure. അപ്പോൾ ടെമ്പറേച്ചർ ഹീറ്റ് തമ്മിലുള്ള ഗ്രാഫാണ്, ആ ചേഞ്ച് ഓഫ് ഫേസിൻ്റെയൊക്കെയാണ്. ഇനി എന്ത് ചെയ്യാണ്, മാച്ച് ദ ഫോളോയിങ്, ഇത് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ ബി സി എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഡി ഇ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കുക, ബി സി എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്, ഇത് മെൽറ്റിംഗ് ആണ്, ഇത് സോളിഡ് ആണ്, ഈ പോർഷൻ ലിക്വിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്. അപ്പോൾ ബി സി എന്ന് പറയുന്നത് ഏതാണ്, മെൽറ്റിംഗ് ആണ്. മെൽറ്റിംഗ് ആവുന്ന സമയത്ത് സോളിഡും ലിക്വിഡും എങ്ങനെയായിരിക്കും, പാർഷ്യലായിരിക്കും, പാർഷ്യലി സോളിഡ് ആൻഡ് ലിക്വിഡ് ആയിരിക്കും. അടുത്തത് ഡി ഇ ആണ്. ഡി ഇ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വേപ്പറൈസേഷൻ ആണ്. നമുക്കറിയാം ഈ സി ഡി എന്ന് പറയുന്ന പോർഷൻ ലിക്വിഡ് ആണ്, ഇ എഫ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. അപ്പോൾ അതിനിടയിലുള്ള പോർഷനാണ്, ആ പോർഷനിൽ ഏത് പ്രോസസ്സാണ് നടക്കുന്നത്, വേപ്പറൈസേഷൻ ആണ്. വേപ്പറൈസേഷൻ ആകുമ്പോൾ എന്താ വരിക, പാർഷ്യലി ലിക്വിഡ് ആൻഡ് വേപ്പർ. അടുത്തത്, ദ സ്ലോപ്പ് ഓഫ് എ ബി ആൻഡ് സി ഡി ആർ ഡിഫറെൻറ്റ് വൈ. നേരത്തെ തന്ന അതേ ഗ്രാഫാണ്. ഗ്രാഫിൽ എ ബിയുടെയും സി ഡിയുടെയും സ്ലോപ്പ്, ചെരിവുകൾ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. അതിന് കാരണം എന്താണ്, ഇപ്പോൾ ഒന്ന് സോളിഡ് സ്റ്റേറ്റ് ആണ്, മറ്റേത് ഏതാണ്, ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. എ ബി റെപ്രസെൻറ്റ് സോളിഡ് സ്റ്റേറ്റ് ആൻഡ് സി ഡി റെപ്രസെൻറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് ഹാവ് ഡിഫറെൻറ്റ് സ്പെസിഫിക് കപ്പാസിറ്റി. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിനും അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് സ്പെസിഫിക് കപ്പാസിറ്റിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവയുടെ സ്ലോപ്പിന് വ്യത്യാസമുള്ളത്.